വളരെ എളുപ്പത്തിൽ തവയിൽ എങ്ങനെയാണ് തന്തൂരി റൊട്ടി തയ്യാറാക്കണേന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനിയിപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 1.5 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ അളവിലാണ്. ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിനിപ്പോൾ നമുക്ക് എല്ലാം കൂടി കൈവച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 3/4 കപ്പ് അളവിൽ തൈരാണ്. ഇതും 250 ml കപ്പിൽ പുളിയില്ലാത്ത നല്ല കട്ട തൈര് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ എണ്ണയാണ്. 3 കപ്പ് ഗോതമ്പ് പൊടി എടുത്തപ്പോൾ 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇനി ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഈ തൈര് തന്നെ പോരാ, നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ആദ്യം ഈ തൈരും എണ്ണയും കൂടി ചേർത്തിട്ട് കുഴച്ചെടുത്തതിന് ശേഷം മാത്രം പിന്നെ നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇനിയിപ്പോൾ ഞാൻ കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കുന്നത്. ഇപ്പോൾ സാധാരണ വെള്ളമാണ് കേട്ടോ, അതായത് റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയാം കേട്ടോ, കുഴച്ചെടുത്തതിന് ശേഷം പറയാം. ഇപ്പോൾ ഞാൻ 1 കപ്പ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. 1 കപ്പ് കറക്റ്റ് തന്നെയാണ്. 1 കപ്പ് വെള്ളവും 1/2 കപ്പ് തൈരും പിന്നെ 3 ടേബിൾ സ്പൂൺ എണ്ണയാണല്ലോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികൾക്ക് വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് വരില്ല. നന്നായിട്ട് നമുക്കിത് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുക്കാം. ഇപ്പം ഇത് കണ്ടോ, ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഞാനിപ്പോൾ ഇത് ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ 1.5 മണിക്കൂർ വെക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കാം കേട്ടോ. എന്നാലായിരിക്കും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. നമുക്കിനി ഇത് തയ്യാറാക്കാൻ തുടങ്ങിയാലോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇത്. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഉരുട്ടിയെടുക്കുമ്പോൾ കുറച്ച് വലിയ ബോൾസ് ആക്കിയിട്ട് തന്നെ ഉരുട്ടിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് കുഴച്ചെടുക്കണതിന് മുമ്പ്. ഇപ്പം ഞാനിത് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിപ്പോൾ ചെറിയ ബോൾസ് ആക്കി മാറ്റാം. ചെറുതല്ല, ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണേക്കാളും കുറച്ചും കൂടിയും വലിയ ബോൾസ് ആക്കിയിട്ടാണ് ഞാനിതിപ്പോൾ എടുക്കുന്നത്. കാരണം ഒന്നുമല്ല, നമ്മളിത് കുറച്ച് തിക്കായിട്ടാണല്ലോ തയ്യാറാക്കുക. അപ്പോൾ ദാ ഇതുപോലെ ഉള്ള ബോൾസ് ആക്കി നമുക്ക് മാറ്റാം. എത്രയ്ക്ക് വേണമെന്ന് വെച്ചാൽ അങ്ങനെ. കണ്ടോ, ഈ ഒരു സൈസിലാണ് ഞാനിത് ഉണ്ടാക്കണത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ എല്ലാം ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതെങ്ങനെ പരത്തിയെടുക്കണേന്ന് നോക്കാം. ഇനിയിപ്പോൾ ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റിൽ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരെണ്ണെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഗോതമ്പ് പൊടിയിൽ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. എക്സസ് ആയിട്ടുള്ള ഗോതമ്പ് പൊടി മാറ്റാം. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഇനി ഞാനിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തിയെടുക്കുന്ന സമയത്ത് കുറച്ച് തിക്കായിട്ട് വേണം ഇത് നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് തിന്നാക്കി പരത്തരുത്, അപ്പോൾ നന്നായിട്ട് വരില്ല. ഇതിപ്പോൾ കണ്ടോ, ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഞാനിത് പരത്തിയെടുത്തിരിക്കുന്നത്. കുറച്ച് തിക്കാണ്. ഇനി നമുക്കിതെങ്ങനെ കുക്ക് ചെയ്തെടുക്കണേന്ന് നോക്കാം. ഇനിയിപ്പോൾ ഈ ഒരു പരത്തിയെടുത്ത റൊട്ടി ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് തെളിച്ചു കൊടുക്കാം. ഒരുപാട് വേണ്ട, പക്ഷെ എന്നാലും കുറച്ച് വേണം. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യണേന്ന് വെച്ചാൽ ഇത് തവയിൽ സ്റ്റിക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ട, കൈ വെച്ച് ഇതുപോലെ ഒന്ന് എല്ലാവിടേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ തവ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. തവ ചൂടാക്കാൻ വെച്ചതിന് ശേഷം മാത്രം ഇത് ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലൊരു അയൺ തവയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അയൺ തവയായിരിക്കും നന്നായിട്ട് വരിക. നോൺ സ്റ്റിക്കായിട്ട് ഇരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തവ നന്നായിട്ട് നമുക്ക് ചൂടാക്കി എടുക്കാം. അതിനുശേഷം മാത്രം നമ്മൾ പരത്തിയതിന് ശേഷം വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തുല്ലോ, ആ ഒരു ചപ്പാത്തി ഇതിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഈ ഭാഗം. ഇത് തവയിലെ മുട്ടണ ഒരു രീതിയിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. അപ്പോഴായിരിക്കും സ്റ്റിക്ക് ആയിട്ടിരിക്കുക. അപ്പോൾ അത് വെള്ളം തെളിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ കണ്ടോ, തവ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടുള്ള തവയിലേക്ക് തന്നെ നമുക്ക് ഇതിട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് കൈവച്ച് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കറക്റ്റ് സ്റ്റിക്കായിട്ട് ഇരുന്നോളും. ഇനി ഇതൊന്ന് കുറച്ചൊന്ന് കുക്കായിട്ട് വന്നോട്ടെ. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാനിത് വെച്ച് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ പോളകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല കട്ടിയുള്ള അയൺ പാൻ തന്നെ ഉപയോഗിക്കാം കേട്ടോ, അതായിരിക്കും നന്നായിട്ട് വരിക. ഒന്ന് ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് കുക്കായിട്ട് വന്നോട്ടെ. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ തന്തൂരി റൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണല്ലോ ഇരിക്കുക, അല്ലാതെ ഫുൽക്ക പോലെ ഒറ്റ പോലെയായിട്ട് അങ്ങനെയല്ലല്ലോ. അപ്പോൾ നമുക്ക് തന്തൂറോ അല്ലെങ്കിൽ ഓവനോ ഒന്നുമില്ലാതെ നമുക്ക് ഇതുപോലെ തവയിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ പിടിക്കണം. കണ്ടോ, ഇതുപോലെ കമത്തി പിടിക്കാം. നാനിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ സെയിം രീതിയിൽ ഇതുപോലെ കമത്തി പിടിക്കണം. കമത്തി പിടിച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് പിടിച്ചാൽ മതിയോ. ഇപ്പൊ കണ്ടോ, നമ്മുടെ തന്തൂരി റൊട്ടി റെഡി ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ട് തന്തൂരി റൊട്ടി എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരുമല്ലോ. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് തയ്യാറാക്കാൻ താല്പര്യമില്ലെങ്കിൽ, അതായത് ഇപ്പൊ ഗ്യാസിന്റെ ഫ്ലെയിം അടിക്കുന്നത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം. തവയിൽ മാത്രം ഇട്ടിട്ടും തയ്യാറാക്കാം. പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ ഒരു ഫ്ലേവറും എല്ലാം വരും. ഇനിയിപ്പോൾ ഇത് നമുക്ക് എടുക്കാം. കണ്ടില്ലേ, ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടോ, അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ മുകളിൽ ഞാൻ ഒരു പീസ് ബട്ടർ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ. ചൂടോടുകൂടി തന്നെ ആക്കി കൊടുക്കാം, നല്ല ചൂട്. അപ്പോൾ ബട്ടർ ഇതുപോലെ ആക്കണമെന്ന് നിർബന്ധമില്ല. തന്തൂരി റൊട്ടിയുടെ മുകളിൽ ഇതുപോലെ ബട്ടർ ആക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒന്നും കൂടി നന്നായിട്ട് വരും. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. സാധാരണ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ നമ്മൾ തന്തൂരി റൊട്ടി വാങ്ങിക്കുമ്പോൾ അവർ ഇതുപോലെ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ടാണല്ലോ നമുക്ക് തരാം. അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇപ്പൊ കണ്ടോ, നമ്മുടെ തന്തൂരി റൊട്ടി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ എല്ലാം ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി എടുക്കട്ടെ. അടുത്തതും ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. കണ്ടില്ലേ, ഇതുപോലെ പോളകൾ വരുന്നുണ്ട്. പിന്നെ തന്തൂരി റൊട്ടി കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും ഇത് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇത് കണ്ടോ, ഇതൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് തവ ഇതുപോലെ ചേരിച്ച് പിടിച്ച് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങളിത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാട്ടോ. ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോഴായിരിക്കും ഇതുപോലെ നന്നായിട്ട് ബബിൾസ് ഒക്കെ വരുള്ളൂ. അതുപോലെ അടിഭാഗം നന്നായിട്ട് കുക്കായിട്ട് വരണം. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഉണ്ടാക്കിയ തന്തൂരി റൊട്ടിയാണ് കേട്ടോ. ഇതിൽ ഞാൻ ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം കണ്ടോ, ശരിക്കും നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കണ ആ ഒരു തന്തൂരി റൊട്ടിയുടെ പോലെ അടിഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് തിക്നെസ് വേണ്ട, ഒരു മീഡിയം തിക്നെസ് ആയിരിക്കും ഇതിന് നന്നായിട്ട് വരാം. കണ്ടോ, ഇതിൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ, അടിപൊളിയല്ലേ. ശരിക്കും പുറത്തുനിന്നൊക്കെ വാങ്ങിക്കണ ആ ഒരു തന്തൂരി റൊട്ടിയുടെ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് കട്ടി കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പരത്തിയെടുക്കുന്നത് ഒരുപാട് കട്ടി കൂടിക്കഴിഞ്ഞാൽ തന്തൂരി റൊട്ടിക്ക് ഒരു സോഫ്റ്റ് ടെക്സ്ചർ വരും കേട്ടോ. ഭയങ്കര ഒരു സോഫ്റ്റ് ടെക്സ്ചർ അല്ലല്ലോ തന്തൂരി റൊട്ടിക്ക്, ഈ ഒരു ടെക്സ്ചറിലെ ഇരിക്കുക. അപ്പോൾ തന്തൂരി റൊട്ടി എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കിയത്. സാധാരണ റെസ്റ്റോറൻറ്റ്സിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു തന്തൂരി റൊട്ടി ഉണ്ടല്ലോ, അത് കൂടുതലും മൈദ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുക കേട്ടോ. അപ്പൊ മൈദ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് അറിയ ദിവസം ചെയ്യും, അല്ലെങ്കിൽ സെയിം രീതിയിൽ തന്നെ മൈദ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതിയാവും. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻസിന്റെ കൂടെ കഴിക്കാം. തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ലൊരു ടെക്സ്ചറോട് കൂടി വന്നിട്ടുമുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം.